ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്വാദിഷ്ടം രുചികരം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ മാംഗോ ജാം ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് വേറൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ പറയാണ്, ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് കിട്ടിയ മാംഗോസ് എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ജാം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക് ടു നമ്മുടെ കുക്കിങ്ങിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ആ ഒരു മാംഗോസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മാംഗോ ജാം എന്ന് പറയുന്നത് ഇതിപ്പോൾ സീസണാണ്. സോ നമുക്ക് ഇഷ്ടം പോലെ മാംഗോസ് കിട്ടും. പക്ഷെ സീസൺ അല്ലാത്ത ടൈമിൽ നമുക്ക് മാംഗോ ജാം കഴിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കടയിൽ പോയി വാങ്ങുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ജാം കഴിക്കാമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ കുറച്ചധികം മാംഗോസ് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, കാരണം ഞങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം നന്നായിട്ട് സക്സസ് ആയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാംഗോസ് എടുത്ത് വീണ്ടും ചെയ്യുന്നത്. ആൻഡ് അപ്പം അത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ പറയാനുള്ളത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും പോവാം. ആൻഡ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മമ്മയാണ്. സോ നമ്മൾ ഈ മാംഗോസിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് ഏതാണ് നന്നായിട്ട് പഴുത്തതെന്ന് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ ഏറ്റവും പഴുത്തത് നമ്മൾ ആദ്യം ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ എളുപ്പമായിരിക്കും, കാരണം അത് നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയതിന് ശേഷം എടുക്കുന്നത്. സോ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം ഉള്ളത് കൊണ്ട് നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ക്ലിപ്സ് ഒന്നും ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല. നമ്മൾ ചെയ്തതിൽ മുക്കാൽ ഭാഗം ഇതിൽ തന്നെ ഉണ്ട്. അതെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ഷോർട്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ചായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലിപ്സ്. അപ്പം അങ്ങനെ ഏകദേശമൊക്കെ ഇപ്പം മാംഗോസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം എന്ന് വെച്ചാൽ മൊത്തം കഴിഞ്ഞിട്ടില്ല, ഇനി ഇരിക്കുകയാണ് ബാക്കി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോഴും ആ പീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ തന്നെ നിൽക്കുക. പിന്നെ ഒരു കാര്യം, ഇത് കാണുന്നത് എനിക്കൊന്ന് ഫോണിൽ കാണുന്നത് കൊണ്ടാണ് ഒരു യെല്ലോ കളറാണ് കൂടുതലും എനിക്ക് ഫോണിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ നേരിൽ കാണുമ്പോൾ ശരിക്കും നല്ല ഒരു ഓറഞ്ച് കളറാണ് ഈ മാംഗോസ് എന്ന് പറയുന്നത്. കാരണം ഈ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഓറഞ്ച് കളർ പോലെ തന്നെ വളരെ വളരെ സ്വീറ്റാണ് മാംഗോസ്. പുളി കുറവാണ്. പക്ഷെ ഈ കിട്ടിയത് പച്ചമാങ്ങ ഉണ്ട് കേട്ടോ, അത് നമ്മൾ മാറ്റി. നിങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും നല്ല സ്വീറ്റ് മാംഗോസ് എടുക്കാൻ ശ്രമിക്കുക. പുളി കുറഞ്ഞ സ്വീറ്റ് മാംഗോസ് എടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മൾ നല്ല സ്വീറ്റ് മാംഗോസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തു, കൈകൊണ്ട് തന്നെ നമ്മളത് പിഴിഞ്ഞെടുത്തു. ഒന്നുകൂടി പറയുകയാണെ, നന്നായിട്ട് ക്ലീൻ ആയിട്ട് നല്ല ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകിയതിന് ശേഷമാണ് നമ്മളിത് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തത്. സോ ആ ഒരു പിഴിഞ്ഞെടുത്ത ബാക്കി വന്ന മാംഗോയാണ് അത്. പക്ഷെ അതിൽ ഇനിയും ജ്യൂസും പൾപ്പും ഉള്ളത് കൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ച് വീണ്ടും ഒന്നും കൂടി അതൊന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു മിക്സി ജാറിലോട്ട് കുറച്ചിട്ടോ മിക്സി ജാറിൽ കുറച്ചായിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് കിട്ടിയ ആ ഒരു മാംഗോ പൾപ്പ് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബാക്കി നമ്മൾ ഈ മാംഗോസിൽ കുറച്ചുകൂടെ ഇങ്ങനെ പൾപ്പായിട്ട് കിടക്കുമല്ലേ. സോ അതൊന്ന് ഒരു ജ്യൂസ് പോലെ ആയിട്ട് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. സോ നമ്മൾ ഇനി അടിച്ചെടുക്കുന്നത് ഈ ഒരു ജാമ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുമ്പേ മിക്സിയിൽ അടിച്ചില്ലേ, ആ ഒരു ജ്യൂസ് വീണ്ടും നമ്മളൊന്നെടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൾപ്പ് ഇങ്ങനെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത്. എങ്കിലും കുറച്ചും കൂടെ ഇങ്ങനെ പിഷിഡ് പോലെ ഇങ്ങനെ കിടക്കും. സോ അത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയത് ഫുള്ള് ഇതുപോലെ കുറച്ച് വേണം കേട്ടോ മിക്സിയിലിട്ട് അടിക്കാൻ. ഫുള്ളൂടെ അടിച്ചാൽ ചിലപ്പോൾ ആ ഒരു പൾപ്പ് അങ്ങനെ സ്മൂത്തായിട്ട് കിട്ടില്ല. കുറച്ചായിട്ട് അടിച്ചിങ്ങനെ എടുക്കുക. ദെൻ ഇതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് പതിയെ ഇങ്ങനെ തിളപ്പിക്കുക. നമ്മളിങ്ങനെ ഫുൾ ടൈം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കൈ എടുക്കാൻ പാടില്ല, കുറച്ച് മെനക്കെടണം.
ഫുൾ ടൈം നമ്മളിങ്ങനെ മിക്സ് ചെയ്തിരിക്കുക. അങ്ങനെ ഒരു പാകം തിളയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒട്ടും മധുരം വേണ്ട, നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അത്രയും മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് നല്ല മധുരമുണ്ട്, പക്ഷെ ഇവിടെ ഉള്ളവർ കുറച്ചുകൂടെ മധുരം കഴിക്കുന്നവരാണ്. സോ നമ്മൾ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നന്നായിട്ട് ഇനി ഈ ഒരു പഞ്ചസാര അതിലിരുന്ന് ഉരുകണം. അതുവരെ നമ്മൾ മിക്സാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ ടൈം കൈ എടുക്കാതെ മിക്സ് ചെയ്യണം കേട്ടോ. സോ നമ്മളിത് ഇതിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പഞ്ചസാര ഉരുകി കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക, സോൾട്ട്. അതായത് നമ്മൾ ഇടുമ്പോൾ ഉപ്പ് കൂടരുത്, ഉപ്പ് കൂടിയാൽ പണി കിട്ടും. ഉപ്പ് കൂടരുത്. നമ്മൾ ഇട്ട ആ ഒരു ഷുഗർ, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോൾട്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ നമ്മുടെ സോൾട്ട് ഇട്ടിട്ട് വീണ്ടും മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിങ്ങനെ വറ്റി വരും. ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഈ വീഡിയോയിൽ അത് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നിങ്ങൾ എടുക്കുന്ന മാംഗോസ്, അതായത് നിങ്ങൾ അതിങ്ങനെ നന്നായിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ജ്യൂസ് ഉണ്ടല്ലോ, ഇത്രയും ജാമൊക്കെ വേണോ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മളത് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നേരെ പകുതിയേ കാണുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിയുമ്പോൾ ജാം വളരെ കുറച്ചേ കാണുള്ളൂ. സോ ആ ഒരു കണക്ക് കൂട്ടലിൽ വേണം നിങ്ങൾ മാംഗോസ് എത്ര എണ്ണം വേണമെന്ന്. നിങ്ങൾക്ക് എന്തോരം വേണം കുറച്ച് കൂടുതൽ എടുത്തോ, കാരണം അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നേരെ പകുതിയായിട്ട് കുറയും. നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നേരെ പകുതിയായിട്ട് കുറയും. ആൻഡ് ഫൈനലി നമ്മുടെ ജാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പം കാണാം, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ജാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ഇത് കഴിച്ചു നോക്കിയിട്ട് ഉള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അത് ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.